പാരൻസിന് എതിർപ്പ് എന്നുള്ളതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞു, ഏകദേശം 6-7-8 മാസം കഴിഞ്ഞു. അപ്പം എൻ്റെ പഠിത്തവും കഴിഞ്ഞു, ഇനി ഞാൻ PG പഠിക്കുക എന്നൊരു ചിന്ത. അപ്പം PG എൻട്രൻസ് ഞാൻ എഴുതിയെല്ലാം കഴിഞ്ഞു. അപ്പം അവരുടെ ഒരു പ്രതീക്ഷ PGക്ക് പോകുന്നു. പിന്നെ ചേട്ടൻ്റെ കല്യാണം കഴിയുമ്പോൾ നാച്ചുറലി ഇനി ഞാനാണല്ലോ അടുത്ത കാൻഡിഡേറ്റ് എന്നുള്ളത്. അപ്പോൾ ഒരു വിവാഹം ആലോചിക്കുക എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു അവരുടെ മനസ്സിലും. ഒരു അൺഒഫീഷ്യലായിട്ട് എവിടെയൊക്കെ ആലോചിച്ചിട്ടുമുണ്ട്. മാട്രിമോണിയിൽ ഇടുക അങ്ങനെയൊന്നുമല്ല, ആരൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറയുന്നു. അപ്പോൾ അവരും സ്വപ്നം കാണാൻ തുടങ്ങി എൻ്റെ ഒരു വിവാഹം എന്നൊരു രീതിയിലെല്ലാം. അപ്പം അങ്ങനെ അപ്രതീക്ഷിതമായ ഒരു സമയത്താണ് ഞാൻ അവരോട് പറയുന്നത് എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അപ്പം തുടക്കത്തിൽ നിന്നല്ല, പെട്ടെന്ന് അത് കേട്ടപ്പം അവർക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അമ്മയായിരുന്നു ഒരുപാട് എതിർപ്പ്. ചാച്ച എങ്ങനെയാണെന്ന് വെച്ചാൽ എതിർപ്പുകൾ പ്രകടിപ്പിക്കാത്ത ഒരാളാണ്. ആ പ്രകടിപ്പിക്കുന്നത് സൈലൻ്റ് ആവുക എന്നുള്ള ഒരു രീതിയിലാണ്. പക്ഷെ അമ്മ തുറന്നത് പ്രകടിപ്പിക്കും. അപ്പം അമ്മ തുറന്ന് പ്രകടിപ്പിച്ചത് പോകണ്ട എന്ന രീതിയിൽ തന്നെയാണ്. പക്ഷെ ചാച്ച എന്നോട് ഒരിക്കലും പോകരുത് എന്ന് പറഞ്ഞില്ല. കാര്യം അത് പറയാനൊരു പേടി എന്തോ ഉണ്ടായിരുന്നു. പിന്നെ അമ്മ നന്നായി കരച്ചിലായിരുന്നു ഏകദേശം. കാര്യം ഞാൻ സെമിനാരി കയറിയപ്പോൾ ആദ്യത്തെ വർഷം ആന്ധ്രയിലായിരുന്നു. അപ്പോൾ ഞാൻ അവരിൽ നിന്നും ഒരുപാട് അകലെ പോയി. അവർക്ക് എന്നെ കാണാനും പറ്റില്ല, ഒന്നും പറ്റില്ല. അപ്പോൾ അത് അവരെ ഒരുപാട് വിഷമിപ്പിച്ചു. ഒന്ന് വീട്ടിൽ അസുഖങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അസുഖം കൂടിയാൽ എന്ത് ചെയ്യും, അങ്ങനത്തെ ചിന്ത വന്നു. അപ്പം അമ്മ ശരിക്കും പറഞ്ഞാൽ ഏകദേശം ആദ്യത്തെ ഒരു വർഷം ശരിക്കും കരഞ്ഞു തന്നെയായിരുന്നു തീർത്തത്. കരഞ്ഞു തീർക്കുന്നു എന്ന് പറയുമ്പോൾ ഫോൺ വിളിക്കും. ആഴ്ച 2 ദിവസമാണ് തുടക്ക കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഫോൺ വിളിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞങ്ങൾ 17 പേരുള്ളതുകൊണ്ട് ചിലപ്പോൾ ഫോൺ കിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അമ്മ റെക്ടറച്ചനെ വിളിച്ച് കരയും, അവനെങ്ങനെയെങ്കിലും ഫോൺ കൊടുക്കുമെന്ന് പറഞ്ഞ്. അപ്പോൾ അച്ഛൻ ഫോൺ തരുമായിരുന്നു എനിക്ക്. അപ്പോൾ ഈ ഫോൺ കിട്ടുമ്പോഴെല്ലാം പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, കുറേ കരഞ്ഞു കഴിയുമ്പോൾ പറയും നീ പോര്, ഞങ്ങൾക്ക് വയ്യ. അങ്ങനത്തെ കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അമ്മയും ചാച്ച പിന്നെ അധികം മിണ്ടില്ല. ചാച്ച ആകെ ചോദിക്കുന്ന ഒറ്റ ചോദ്യം സുഖമാണോ, പിന്നെ ഒരു നീണ്ട സൈലൻസാണ്. അത്രേ ഉള്ളൂ സാധാരണ ഫോണിൽ കൂടെ ഉള്ള സംസാരം, അതിനപ്പുറമൊന്നുമില്ല. അപ്പം ഏകദേശം എന്നെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ 1 വർഷത്തോളം അമ്മ കരഞ്ഞു. പിന്നീട് അടുത്ത വർഷം നോവിഷ്യേറ്റായിരുന്നു. അപ്പോൾ ഒട്ടും കാണാൻ പറ്റില്ല, ഒട്ടും സംസാരിക്കാൻ പറ്റില്ല. അതും വീണ്ടും വലിയൊരു വിഷമമായിരുന്നു. ഞാൻ ആദ്യത്തെ വർഷം കഴിഞ്ഞ് വെക്കേഷന് വരുമ്പോഴും വെക്കേഷൻ കഴിഞ്ഞ് ഞാൻ പോകാൻ നിൽക്കുമ്പോഴും അമ്മയുടെ ചോദ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, പോകണോ വേണ്ടല്ലോ, എടാ നീ ഇവിടെ നിൽക്ക്. അപ്പം കരഞ്ഞുകൊണ്ടാണ് ഇറക്കി വിടുന്നതല്ല. പോകുന്നു. ഈവൻ നോവിഷ്യേറ്റിൽ ഞങ്ങൾക്ക് ഫോൺ അലൗഡ് അല്ല, വിളിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ അമ്മ കരഞ്ഞ് ഒരു 5-6 പ്രാവശ്യമെങ്കിലും വിളിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം എൻ്റെ ഗുരുവച്ചൻ എനിക്ക് ഫോൺ തരുമായിരുന്നു, നീ സംസാരിക്കുക, അസുഖമുള്ളവരൊക്കെ അല്ലേ, വിഷമിപ്പിക്കേണ്ടെന്ന് പറയും. സംസാരിക്കുമ്പോൾ ഇത് തന്നെ പറയാറുള്ളൂ, തിരിച്ചു പോര് എന്നൊരു കഥയാണ്. അപ്പോൾ 1 വർഷം നന്നായി കരഞ്ഞു തീർത്തു. പിന്നീട് ഒരു 2 വർഷമെങ്കിലും വിതുമ്പി തീർത്തു. ഒരു 3 വർഷം എടുത്തു. ഞാൻ ഫിലോസഫി കയറി 1 വർഷമൊക്കെ കഴിഞ്ഞ് മാറായപ്പോഴാണ് അമ്മ എന്നെ വിളിച്ച് പറയുന്നത്, ശരി ഇനി മുതൽ ഞാൻ നിനക്ക് വേണ്ടി കരയില്ല, നീ പോയത് ഓർത്ത് കരയില്ല, ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകാം. അപ്പോൾ ഏകദേശം ഇത്രയും കാലഘട്ടം അമ്മ ശരിക്കും കരഞ്ഞ് വിഷമിച്ചാണ് തീർത്തത്. എൻ്റെ ഫാദറാണെങ്കിൽ മിണ്ടാറില്ല എന്ന് വെച്ചാൽ ദേഷ്യം കൊണ്ടല്ല, പൊതുവേ മിണ്ടാത്ത ഒരാളാണ്, അധികം മിണ്ടാത്ത ഒരാളാണ്. പിന്നെ ഇങ്ങനെ ഒരു വിഷമം, ഞാൻ പോയി എന്നുള്ളതൊരു വിഷമവും. പക്ഷെ പിന്നീട് ഫാദറാണെങ്കിലും പറയുന്നൊരു കാര്യം, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തിരിച്ചു പോര്, നീ അവിടെ പിടിച്ചു നിൽക്കണ്ട, അങ്ങനത്തെ ഒരു കാര്യം മാത്രമാണ്. പിന്നീട് എൻ്റെ ഫാദറും അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. അച്ഛൻ്റെ ചാച്ചൻ പറഞ്ഞ പോലെ ഈ ഒരു വൈദിക കാലഘട്ടത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഈ ഒരു ലൈഫ് ഗിവ് അപ്പ് ചെയ്യണം, തിരിച്ചു പോകണം, അങ്ങനെ എന്തെങ്കിലും ഒരു ഫീലിംഗ് അത് വൈദിക കാലഘട്ടത്തിലോ അല്ലെങ്കിൽ MBBS കാലഘട്ടത്തിലോ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഉണ്ടായിട്ടുണ്ടോ? പഠിക്കാൻ ബുദ്ധിമുട്ട് ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ അത് മെഡിസിനാണോ വൈദിക പഠനമാണോ എന്ന് ചോദിച്ചാൽ അത് ഉറപ്പായിട്ടും മെഡിസിൻ തന്നെയായിരുന്നു. കാര്യം മെഡിസിൻ എന്നുള്ളത് കുറേ പ്രാക്ടിക്കലും പിന്നെ അതൊരു വാസ്റ്റ് ടോപ്പിക്കാണ്. പിന്നെ മെഡിസിൻ പഠിക്കുമ്പം ഒരു ഭയത്തോടു കൂടിയാണ് പഠിക്കുന്നത്. പാസ്സാവുമോ എന്നൊരു ചിന്ത, പ്രൊഫസേഴ്സിനെ പേടി, പ്രാക്ടിക്കൽ എക്സാം കുറേ ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പം വൈദിക പഠനത്തിലേക്ക് വരുമ്പോൾ പഠനം അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ എന്നോട് ഇപ്പം ചാച്ച പറയുമായിരുന്നു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോര് എന്ന് പറയുമ്പോൾ. പക്ഷേ ഇന്ന് ഞാൻ അച്ഛനായി നിൽക്കുമ്പം എനിക്ക് അഭിമാനത്തോടു കൂടി അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 10 വർഷത്തോളം ആകുന്നു ഞാൻ സെമിനാരി ഫോർമേഷൻ കഴിഞ്ഞാണ് ഞാൻ അച്ഛനായത്. ഒരിക്കൽ പോലും ഞാൻ ഈ തിരഞ്ഞെടുത്തത് തെറ്റായി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ഇത് വിട്ടു പോകണം അങ്ങനെ ഒരു ചിന്ത ഒരിക്കൽ പോലും എനിക്ക് വന്നിട്ടില്ല. അത് ദൈവാനുഗ്രഹം തന്നെയായിരിക്കാം, അത് എൻ്റെ കഴിവോ ഒന്നുമല്ല. കാര്യം ഞാൻ ചേർന്നപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞത്, ഒന്ന് ഞാൻ 27 വയസ്സായിട്ടാണ് ഞാൻ സെമിനാരി കയറുന്നത്. അപ്പോൾ മൈനസ് സെമിനാരിയിൽ എൻ്റെ കൂടെയുള്ള എല്ലാവരും 10ാം ക്ലാസ് കഴിഞ്ഞ് വന്നവരാണ്. അപ്പോൾ ഏകദേശം ഒരു 10 വയസ്സ് ഡിഫറൻസ്, 10 കൂടുതൽ ചിലപ്പോൾ ഉണ്ടാകാം, ബാക്കി പിള്ളേരായിട്ടുണ്ട്. അപ്പം അവരുടെ ഈ കുട്ടിത്തം വിട്ടുമാറിയിട്ടില്ല. അപ്പം സെമിനാരിയിൽ വരുമ്പം അവരുടെ ലൈഫ് കാണുമ്പോഴോ അതല്ലെങ്കിൽ അവരുടെ കളി കാണുമ്പം
ചിലപ്പം നമുക്ക് ഒരു റീതിങ്കിങ് വരുമായിരിക്കാം. അയ്യോ ഇതാണോ സെമിനാരി ലൈഫ്, അവരോടൊപ്പം എങ്ങനെ ജീവിക്കും? അതായിരുന്നു എന്നോട് പറഞ്ഞ ഒരു വലിയൊരു കാര്യം, ഒരു വലിയ ചലഞ്ച് അതായിരിക്കാം, അവരോടൊപ്പം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോവുക എന്നുള്ളത്. പക്ഷേ എനിക്ക് ദൈവം അനുഗ്രഹിച്ച് ഞാൻ ഏറ്റവും അധികം എൻജോയ് ചെയ്തതും സന്തോഷിച്ച വർഷം ആദ്യത്തെ വർഷമാണ് ആന്ധ്രയിൽ വെച്ച്. അന്ന് ഞങ്ങൾ മൊത്തം 17 പേരുണ്ടായിരുന്നു. അപ്പോൾ ആ 17 പേരും അതിൽ 4 ആന്ധ്ര സ്റ്റുഡൻസ് ആയിരുന്നു, ബാക്കി എല്ലാവരും മലയാളികളാണ്. പക്ഷേ അവരോടൊപ്പം ഉണ്ടായിരുന്ന ആ ഒരു വർഷം ഏറ്റവും മനോഹരമായ വർഷമായിരുന്നു. എനിക്കൊരിക്കലും അവരുമായിട്ട് ഒരു ബുദ്ധിമുട്ടോ, ഞാൻ അവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ അവർ ഞാനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് വളരെ സന്തോഷകരമായ ഒരു വർഷമായിരുന്നു. പിന്നീട് അങ്ങനെ എല്ലാ വർഷവും എനിക്കറിയാം. കാര്യം ഒന്ന് ഇതിനകത്തൊരു ബുദ്ധിമുട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പിന്നീട് മനസ്സിലാക്കിയത് മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു ടൈം ടേബിൾ ഒന്നുമില്ല. എഴുന്നേൽക്കുന്നത് ഇപ്പം 8 മണിക്ക് ക്ലാസ് തുടങ്ങുമെങ്കിൽ ചിലപ്പോൾ 7:30 എഴുന്നേറ്റാൽ മതി. ആരും അന്വേഷിക്കാനില്ല, ചോദിക്കാനുമില്ല, പറയാനുമില്ല. ക്ലാസ് കഴിയുമ്പോൾ എങ്ങോട്ട് വേണമെങ്കിലും പോകാം, എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാം. അപ്പം അങ്ങനെ ഒരു പ്രത്യേക ടൈം ടേബിളിലൂടെ നടന്നു പോകുന്ന ഒരു ജീവിതമല്ല മെഡിസിൻ എന്നുള്ളത്. പക്ഷേ സെമിനാരി വരുമ്പോൾ കൃത്യമായ ടൈം ടേബിൾ, നമ്മൾ ഇന്ന സമയത്ത് എഴുന്നേൽക്കണം, ഇന്ന സമയത്ത് ഇന്ന കാര്യം ചെയ്യണം, ഇന്ന സമയത്ത് പ്രാർത്ഥിക്കണം, ഇന്ന സമയത്ത് പഠിക്കണം. അപ്പോൾ ആ ടൈം ടേബിളിനോട് അഡ്ജസ്റ്റ് ആവാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്തയായിരുന്നു വേറെ ഉണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ആ ടൈം ടേബിളും എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. അതിന് കാരണം മിക്കവാറും ഇത്രയേ ഉള്ളൂ. ഒന്ന്, എൻ്റെ വീട്ടിൽ നല്ലൊരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. എല്ലാ അവധി ദിവസങ്ങളിൽ പള്ളിയിൽ പോകുക എന്നുള്ളത് എൻ്റെ അപ്പനും അമ്മയ്ക്കും നിർബന്ധമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വളർന്നു വന്നൊരു പയ്യനാണ് ഞാൻ. പിന്നെ മാത്രമല്ല, +1 +2 പഠിച്ചത് ഞാൻ മെഡിക്കൽ എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തതെല്ലാം തൃശ്ശൂർ പ്രൊഫസർ PC തോമസ് സാറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചാണ്. അപ്പോൾ PC തോമസ് സാറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ടൈം ടേബിൾ വെച്ച് നോക്കുമ്പം സെമിനാരി ടൈം ടേബിൾ ഒന്നുമല്ല. കാര്യം സെമിനാരിയിൽ 5:30 എഴുന്നേറ്റാൽ മതിയെങ്കിൽ സാറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 5 മണിക്ക് എഴുന്നേക്കണം. 5 മണിക്ക് എഴുന്നേറ്റ് 5:45 കുർബാനയ്ക്ക് പോകണം. പിന്നെ അവിടുത്തെ അത്രയും ഒരു റിഗറസ് ടൈം ടേബിൾ ഞാൻ സെമിനാരി കണ്ടിട്ടില്ല. അപ്പോൾ ആ ടൈം ടേബിളിലൂടെ ജീവിച്ച് വന്ന് എനിക്ക് സെമിനാരി ടൈം ടേബിൾ എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഒരിക്കലും വന്നില്ല. അപ്പം അങ്ങനെ ഒരു അനുഗ്രഹമായിരുന്നു. അതുകൊണ്ട് എനിക്ക് തന്നെ പറയാം, ഇപ്പോഴും ഞാൻ പറയുന്നു, മെഡിക്കൽ പ്രൊഫഷൻ മാറ്റി വെച്ച് ഞാൻ ഇങ്ങനെ വൈദിക പഠനത്തിന് വന്നിട്ട് വൈദികനാകുമ്പോൾ ഒരിക്കൽ പോലും ഇത് തെറ്റായി എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നിട്ടില്ല.